ബാംഗ്ലൂർ. ആ പിന്നെ ബാംഗ്ലൂർ കോണ്ടാക്ട് ഉണ്ട്. മുമ്പേ എന്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു, കുക്കു എന്ന് പറയുന്നത്. അവൻ ബാംഗ്ലൂരാ. ആ ബാംഗ്ലൂര്. അഞ്ചൂസ് ഫുഡ് കഴിച്ചോ വന്നു. അഞ്ചൂസ് നീ ഫുഡ് കഴിച്ചോ നാഫി ചോദിക്കുന്നു. ഹഫി ഇല്ലടാ, ഹാഫി ഇല്ലടാന്ന്. നിശുമ വരാത്തോണ്ടാണ് ബിരിയാണി ഒക്കെ കഴിക്കുന്നത് അല്ലേ വ്ളോഗ്. ആ അതുകൊണ്ട് ഞാനല്ല അറിയാം കഴിച്ചത്, ബിരിയാണി. ഷാരുവാണ് കഴിച്ചത് ബിരിയാണി. ഞാൻ ബിരിയാണി ഒന്നും കഴിച്ചില്ല. ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ചു. അച്ചു അവളാ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, ഞാനല്ല. അമ്മയെ വിളിച്ചാടാ? ഏ അമ്മയെ വിളിച്ചാ? അമ്മ വിളിച്ചില്ല, കുഞ്ഞമ്മ വിളിച്ച് കുഞ്ഞമ്മയുടെ വായിരുന്ന മൊത്തം കേട്ട്. ആണോ? ആ ഒരു ഫ്ലോയിൽ നേരെ വന്നങ്ങ് ലൈവ് ഇട്ട്, ആ വിഷമം അങ്ങ് തീർക്കാനായിട്ട്. അമ്മയെ വിളിച്ചില്ല. ഉം. ആ അമ്മ വിളിപ്പിച്ചതാ കുഞ്ഞമ്മയെ കൊണ്ട്. അമ്മ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, നീ ഒറ്റ സോറി മോനല്ലേ? ഒറ്റ മോനല്ലേടാ? സോറി, ഞാൻ ബ്ലോഗ് കഴിഞ്ഞു. എന്തോ പറഞ്ഞു. സോറി, ഞാൻ ബ്ലോഗ്. ഇല്ല, ഞാനല്ല, ഷാരു കഴിച്ചു. എടാ ഒറ്റ മോനല്ലേ അതോ അനിയനാ? എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയുണ്ട്, ഒരു ചുമ്മാ തത്തമ്മയുണ്ട്. തള്ളാതാ. പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടി. അനിയത്തി പഠിക്കുവല്ലേടാ? പച്ചക്കുട്ടിയുണ്ട്, പൂച്ചക്കുട്ടിയുണ്ട്, ഒരു തത്തമ്മയുണ്ട്. ആ അനിയത്തി ഉം. പഠിക്കുവാണോ? അവള് ഇപ്പൊ പോകുന്നില്ല, അവളും നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. അവള് സെക്കൻഡ് ഇയർ ആയപ്പോ നിർത്തിങ്ങി പോയിരുന്നു. ആ അവള് ഭയങ്കര ടെററാണ്. ഇപ്പൊ അവര് ചുമ്മാ അയ്യോ, ഇരിക്കുന്നോ? കാര്യമായിട്ട് പറഞ്ഞ കോളേജ് വഴക്കായിട്ടേക്കും പോരുന്നത് അവള്. അയ്യോ ആണോ? ആ അവള് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അവിടെ സീനിയർ പിള്ളേരെല്ലാം ഭയങ്കര റാഗിങ്. ആ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഫോർത്ത് ഇയർ പഠിക്കുന്ന സൂപ്പർ സീനിയറിനെ കയറി തല്ലി. അങ്ങനെ അയ്യോ. പ്രിൻസിപ്പൾ വിളിച്ചു ഞങ്ങളെ. ആ അപ്പം ഇവിടെ ഇവര് റാഗ് ചെയ്യാൻ വന്നതാ ഗ്യാങ്ങായിട്ട്. ആ ഇവിടെ സ്വഭാവം അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ആ ഇവിടെ ഒരു കൂട്ടുകാരെ പിടിച്ച് തെള്ളി, ഇവിടെ കൂട്ടുകാരി താഴെ വീണു. അവള് താഴെ വീഴുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവളിങ്ങനെ കോളറിനെ പിടിച്ചിട്ട് ഭിത്തിയിലോട്ട് ചേർത്ത് വെച്ചൊരു ഒറ്റയടി കൊടുത്തു. എനിക്ക് വയ്യ. അങ്ങനെ പ്രിൻസിപ്പളെ ഞങ്ങളെ വിളിച്ചു. ആ ബാ 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 എന്ന് പറഞ്ഞ് വിളിച്ച്. ആ, പൊക്കോ. പോക്കോള്. എടാ അനിയത്തി പ്ലസ് ടു പ്ലസ് ടു ആയിരുന്നു. ഏതായിരുന്നു അവള് അപ്പൊ? സയൻസ് ആയിരുന്നു. അവള് ഹോം സയൻസ് ആയിരുന്നു. അഞ്ചു നമ്മള് ഇന്റേൺ ആണ്. ഓ വിചാരിക്കുന്ന തന്നെ അയ്യോ, സിസ്റ്റർ. അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട്. അവൾക്ക് ആകെ വീട്ടില് എന്നെ മാത്രമേ പേടിയുള്ളൂ, അച്ഛനും അമ്മയെ പോലും പേടിയില്ല. ഇപ്പൊ പിന്നെ പഠിക്കുന്നില്ല. അവളാണെങ്കില് എന്തുവാ, അവൾ 8 പഠിക്കുമ്പോഴായിരുന്നു. അവൾക്ക് 8 പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി. അപ്പം കാലിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, കമ്പി ഇട്ടേക്കുമായിരുന്നു. ഉം. അങ്ങനെ അപ്പം ഞാൻ കാരണം ആക്സിഡന്റ് ഉണ്ടായത്, അത് വേറൊരു കാര്യം കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. അപ്പം അതെല്ലാം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു 6 മാസം ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ അവള് ചെന്ന് കയറിയപ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ പയ്യെ ഇല്ല ഞൊണ്ടിയാ നടക്കുന്നത്. നേരെ ഉം. നടക്കാൻ പറ്റില്ല, കമ്പി ഇട്ടേക്കുമല്ലേ. അപ്പൊ അങ്ങനെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൽ ഇരുന്ന പിള്ളേരെല്ലാം ആണെങ്കിൽ അവളെ കളിയാക്കി. ഇതുകൊണ്ട് ഈ വികലാംഗ വരുന്നു, ഞൊണ്ടി വരുന്നത്, കാലം ഉറപ്പിച്ച് ചവിട്ടാൻ പറ്റത്തില്ലല്ലോ, സ്റ്റിക്ക് പറ്റുന്നില്ല. വെച്ചാ നടക്കുന്നത്. ഇവളാകുമ്പോ ക്ലാസ്സിൽ പോയി വികലാംഗ വരുന്ന പറഞ്ഞ് കളിയാക്കി. ഇവളെന്തോ എടുത്തു, മാത്സിന്റെ പീരീഡ് ആയിരുന്നു. ഫ്രണ്ട് ഇരുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ് പറഞ്ഞ ഒരു കോമ്പസ് എടുത്തൊരു കൊച്ചിന്റെ കയ്യിൽ ഒരൊറ്റ കുത്തിയോടെ കുത്തിയിട്ട് കുത്തിയിട്ട് ഒരൊറ്റ വലി താഴോട്ട്. അവിടെ പിള്ളേരൊക്കെ പറഞ്ഞ് ചോരയൊക്കെ പല വഴിക്ക് ചെതറിക്കളഞ്ഞ്. ഓ എന്റെ ദൈവമേ. പിന്നെ ഓടിപ്പോയി ടീച്ചറിനെയൊക്കെ വിളിച്ച്. ആ, പിന്നെ ആ പിന്നത്തെയാ? കൊച്ചിന്റെ ആശുപത്രി ചെലവെല്ലാം ഞങ്ങൾ കൊടുത്തു, അല്ല പിന്നെ എന്തിനു ചെയ്യാൻ. അതിപ്പോ പിന്നെ പഠിക്കാൻ അവിടുത്തെ പറ്റില്ല. വിഷയമായിരുന്നു. പിന്നെ ഞങ്ങൾ അപ്പോഴത്തെ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ മെമ്പറിനെ വിളിച്ചോണ്ട് പോയി സംസാരിക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഇപ്പൊ പുള്ളിക്കാരൻ സംസാരിച്ച് പോകുന്നില്ല, കോംപ്രമൈസ് പഠിക്കാൻ ആക്കി. പോകുന്നില്ല. പഠിക്കാൻ പോകുന്നില്ല എടാ. ഏ പഠിക്കാൻ പഠിക്കാൻ പോകുന്നില്ല ഇപ്പം? ഇപ്പൊ പോകുന്നില്ല. ഇപ്പം ഞങ്ങളുടെ അച്ഛനും സ്ട്രോക്ക് വന്നിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പോകുന്നില്ല. അപ്പം അമ്മയ്ക്ക് ഓൾറെഡി വയ്യാതിരിക്കുക. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഇപ്പം ഒരാളില്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പാടാ അച്ഛന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് പിന്നെ അവള് അവിടുന്ന് സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോരുന്നു. കുത്തിയ കൊച്ചു ചെയ്തത് നല്ല കാര്യം. അങ്ങനെ അത് അഞ്ജുസ് നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്ന കുരുക്ക? നിസ്സാരം. എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? മനുവിന് എത്ര വയസ്സുണ്ട്? അതെ ഞങ്ങള് ഗുണ്ടികളെ ഇറക്കും, ഗുണ്ടികളെ. നീ ചോദിക്കാൻ എടാ പറയാനൊക്കെ നിനക്ക് ആൾക്കാരുണ്ട്. എത്ര എത്ര അതറിയില്ലടാ. ഞങ്ങള് ആ തമ്മില് കുഞ്ഞിന് പറയാം. രണ്ട് രണ്ട് 2 വയസ്സിന്റെ 2 2.5 വയസ്സിന്റെ വ്യത്യാസം. 2.5 ഇല്ല, തികച്ചില്ല, എന്നാലും 2.
എത്തിയ കൊച്ചു ചെയ്തതല്ല.